പ്രിയ ദൈവമക്കളെ, ഈ അനുഗ്രഹീതമായ നിമിഷങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ലോകത്തിൻ്റെ അശാന്തികളിൽ നിന്നും, നിത്യേനയുള്ള അധ്വാന ഭാരങ്ങളിൽ നിന്നും, മനസ്സിനെ വേട്ടയാടുന്ന ആയിരക്കണക്കിന് ചിന്തകളിൽ നിന്നും അല്പനേരത്തേക്ക് നമുക്ക് മാറി നിൽക്കാം. നമ്മെ ഉരുവാക്കിയ, നമ്മെ പേര് ചൊല്ലി വിളിച്ച, അവിടുത്തെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ തിരുസാന്നിധ്യത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ സജ്ജമാക്കാം. നിങ്ങളുടെ കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. ശരീരത്തിൻ്റെ എല്ലാ വിറയലുകളും പിരിമുറുക്കങ്ങളും അയച്ചുവിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സൗമ്യമായ സാന്നിധ്യം ഈ നിമിഷം നിങ്ങളുടെ മുറിയിൽ, നിങ്ങളുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് അനുഭവിച്ചറിയുക. ഒരു ദീർഘശ്വാസമെടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധ സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുക. ശ്വാസം പുറത്തുവിടുമ്പോൾ നിങ്ങളുടെ സകല സങ്കടങ്ങളും ക്ലേശങ്ങളും അവിടുത്തെ തിരുപ്പാദങ്ങളിൽ പൂർണ്ണമായി ഇറക്കി വെക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ യേശുനാഥൻ നമ്മെ ആർദ്രതയോടെ ക്ഷണിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയ സഹോദരി, സഹോദര, ഇന്നിപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഭാരങ്ങളും പേറിയാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്? ആരും കാണാത്ത നിങ്ങളുടെ കണ്ണുനീർ, ആരോടും പറയാനാവാത്ത മനസ്സിൻ്റെ വിങ്ങലുകൾ, തീരാത്ത സാമ്പത്തിക ഞെരുക്കങ്ങൾ, രോഗത്തെക്കുറിച്ചുള്ള ഭയം, തകർന്ന കുടുംബ ബന്ധങ്ങൾ, തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, മക്കളുടെ ഭാവിയെ ഓർത്തുള്ള ഉത്കണ്ഠകൾ, എന്തുമാകട്ടെ അവയെല്ലാം ഈ നിമിഷം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാനുള്ള സമയമാണിത്. ഓരോരുത്തരോടും ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തെ നീറ്റുന്ന ആ വലിയ പ്രാർത്ഥനാ നിയോഗങ്ങൾ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ, നിങ്ങൾക്ക് സൗഖ്യം ആവശ്യമായ കാര്യങ്ങൾ, അവയെല്ലാം ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വിശ്വാസത്തോടെ കുറിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരസ്പരം താങ്ങായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം സംഭവിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നാം ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ദൈവം നമ്മെ കേൾക്കാതിരിക്കില്ല. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അറ്റമില്ലാത്ത, അളക്കാനാവാത്ത സ്നേഹത്തെക്കുറിച്ച് ഈ നിമിഷം നമുക്ക് ചിന്തിക്കാം. നാം അവിടുത്തെ മറന്നപ്പോഴും അവിടുന്ന് നമ്മെ മറന്നില്ല. നാം വഴിതെറ്റി അന്ധകാരത്തിൽ നടന്നപ്പോഴും ഒരു നല്ല ഇടയനെ പോലെ അവിടുന്ന് നമ്മെ തേടി വന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31:3 കർത്താവ് അരുളി ചെയ്യുന്നു, അനാദിയായ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു, അതുകൊണ്ട് നിന്നോടുള്ള എൻ്റെ കരുണ ഞാൻ നിലനിർത്തിയിരിക്കുന്നു. എത്ര ആഴമുള്ള വാഗ്ദാനമാണിത്! അവിടുത്തെ സ്നേഹത്തിന് വ്യവസ്ഥകളില്ല, നിബന്ധനകളില്ല. യേശയ്യ 49:15-16 വചനത്തിലൂടെ ദൈവം വീണ്ടും ചോദിക്കുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റ മകനോട് അവൾ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ എൻ്റെ ഉള്ളംകൈയിൽ നിന്നെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. ലോകം മുഴുവനും നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും സ്വർഗത്തിലെ പിതാവിന് നിങ്ങൾ അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. നമുക്ക് ഏറ്റവും ഭക്തിയോടെ പ്രാർത്ഥിക്കാം. എൻ്റെ ജീവൻ്റെ നാഥനായ ദൈവമേ, അങ്ങയുടെ അളവറ്റ സ്നേഹത്തിനും കരുണയ്ക്കും ഞങ്ങൾ ശതകോടി നന്ദി അർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഹൃദയവാതിലുകൾ അങ്ങേയ്ക്കായി മാത്രം ഞങ്ങൾ തുറന്നു തരുന്നു. യേശുവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവ പൈതലിനെയും അവിടുന്ന് അറിഞ്ഞ് അനുഗ്രഹിക്കണമേ. അവരുടെ ഉള്ളിലെ സങ്കടങ്ങളെയും നിയോഗങ്ങളെയും, കമൻറ്റ് ബോക്സിൽ അവർ പങ്കുവയ്ക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അവരുടെ കണ്ണുനീർ തുടയ്ക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, കേവലം ഒരു വാക്കുകൊണ്ട് പോലും അങ്ങ് സൗഖ്യം നൽകുന്നവനാണല്ലോ. ഞങ്ങളുടെ മനസ്സിലെ അശാന്തികളെ മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ സമാധാനത്താൽ ഞങ്ങളെ മൂടണമേ. അങ്ങയുടെ സാന്നിധ്യം ഈ മുറിയിൽ, ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. യേശുവിൻ്റെ ശക്തമായ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്നോർത്ത് ഭയപ്പെടുന്നവരാണോ നിങ്ങൾ? സാമ്പത്തിക പ്രതിസന്ധികൾ, ജോലിയിൽ അനിശ്ചിതത്വം, മക്കളുടെ ഭാവി, മാറാത്ത രോഗങ്ങളെക്കുറിച്ചുള്ള പേടി, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഇവയൊക്കെ നിങ്ങളുടെ ഉറക്കം കളയുകയും ഹൃദയത്തിൽ ഭാരം നിറയ്ക്കുകയും ചെയ്യുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ നിമിഷം കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. യേശയ്യ 41:10 അവിടുന്ന് അരുളി ചെയ്യുന്നു,
ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ നീതിയുടെ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഈ വചനം ഒരു വലിയ മല പോലെ നിങ്ങൾക്ക് കാവലായി നിൽക്കട്ടെ. കടലിൽ കൊടുങ്കാറ്റുണ്ടായപ്പോൾ ഭയന്നു വിറച്ച ശിഷ്യന്മാരോട്, നിങ്ങൾക്കെന്താണ് ഇത്ര ഭയം? നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് ചോദിച്ച അതേ യേശു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ നോക്കി ശാന്തമാകാൻ കൽപ്പിക്കുകയാണ്. ഫിലിപ്പിയർ 4:6-7 പറയുന്നു, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട. ഏതു കാര്യത്തിലും പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ എല്ലാ ബുദ്ധിയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നിങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളെയും ഉത്കണ്ഠയെയും ഇനി ഒളിച്ചു വയ്ക്കേണ്ടതില്ല. സങ്കീർത്തകൻ പറയുന്നത് പോലെ, അത്യുന്നതൻ്റെ മറവിൽ നമുക്ക് അഭയം പ്രാപിക്കാം, സർവശക്തൻ്റെ നിഴലിൽ നമുക്ക് വിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മനസ്സിലുള്ള എല്ലാ ഭയങ്ങളെയും ഞാൻ അങ്ങയുടെ തുറന്ന കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ, ഉറക്കം കെടുത്തുന്ന ഉത്കണ്ഠകൾ, എന്നെ ഭയപ്പെടുത്തുന്ന ഭാവി സങ്കല്പങ്ങൾ, ഇവയെല്ലാം ഞാൻ അങ്ങേക്ക് വിട്ടുതരുന്നു. എനിക്ക് സ്വന്തമായി ഇവയെ നേരിടാൻ ശക്തിയില്ല. നാഥ, അങ്ങ് എൻ്റെ ജീവിതത്തിൻ്റെ ചുക്കാൻ പിടിക്കണമേ. എൻ്റെ ഭാരങ്ങളൊക്കെയും അവിടുത്തെ കുരിശിൻ ചൂട്ടിൽ ഞാൻ ഇറക്കി വയ്ക്കുന്നു. കർത്താവിൻ്റെ സമാധാനം വരുന്ന അതുപോലെ എൻ്റെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തട്ടെ. ഇനി ഞാൻ ഭയപ്പെടുകയില്ല. കാരണം സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്നെ താങ്ങുന്ന അങ്ങയുടെ വലതുകരത്തിനായി ഞാൻ സ്തുതിക്കുന്നു. ആമേൻ. ശാരീരിക വേദനകളിലൂടെ കടന്നു പോകുന്ന പ്രിയ സഹോദര സഹോദരി, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്താലും വിഷാദത്താലും തകർന്നു നിൽക്കുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ കണ്ണുനീർ യേശു കാണുന്നുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനയും ആരും അറിയാതെ നിങ്ങൾ ഉള്ളിലൊതുക്കുന്ന സങ്കടങ്ങളും അവിടുന്ന് അറിയുന്നു. ഈ ലോകത്തിലെ വൈദ്യന്മാർ കൈവിട്ടാലും നിങ്ങളെ സൃഷ്ടിച്ച സ്വർഗീയ വൈദ്യന് നിങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും. യേശയ്യാ പ്രവാചകൻ യേശുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ സഹിച്ച ശിക്ഷ വഴി നമുക്ക് ശാന്തി ലഭിച്ചു. അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യമുള്ളവരായി. യേശയ്യാ 53:5. യേശു കാൽവരിയിൽ സഹിച്ച ഓരോ ചമ്മട്ടിയടിയും അവിടുത്തെ ശരീരത്തിലേറ്റ ഓരോ മുറിവും നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയായിരുന്നു. അവിടുന്ന് സൗഖ്യദാതാവായ ദൈവമാണ്. ജെറമിയ 17:14 നാം വായിക്കുന്നു, കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഈ വചനം നിങ്ങളുടെ ചുണ്ടുകളിൽ ഒരു പ്രാർത്ഥനയായി മാറട്ടെ. നിങ്ങളുടെ ശരീരത്തിലെ വേദനയുള്ള ഭാഗത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് മുകളിൽ നിങ്ങളുടെ വലത് കൈ വിശ്വാസത്തോടെ വയ്ക്കുക. വിശ്വാസത്തോടെ യേശുവിൻ്റെ ആശ്വാസദായകമായ സ്പർശനം അവിടെ അനുഭവിക്കുക. അവിടുത്തെ ജീവൻ നൽകുന്ന രക്തം നിങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നതായി സങ്കല്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ വൈദ്യനായ കർത്താവേ, രോഗിയായ എൻ്റെ മേൽ അങ്ങയുടെ കരുണയുള്ള കരങ്ങൾ ഇപ്പോൾ നീട്ടണമേ. യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ രോഗങ്ങളെ കഴുകി വിശദീകരിക്കണമേ. കാൽവരിയിലെ അങ്ങയുടെ തിരുപ്പറുകളിൽ നിന്നൊഴുകുന്ന സൗഖ്യത്തിൻ്റെ ജീവജലം എൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒഴുകിയിറങ്ങട്ടെ. എൻ്റെ അസ്ഥികളെയും ഞരമ്പുകളെയും കോശങ്ങളെയും അവിടുന്ന് പുതിയതായി സൃഷ്ടിക്കണമേ. മാറാ രോഗങ്ങളിൽ നിന്നും മാനസികമായ തകർച്ചകളിൽ നിന്നും നിരാശയിൽ നിന്നും എനിക്ക് സമ്പൂർണ്ണ വിടുതൽ നൽകണമേ. അങ്ങയുടെ വചനമയച്ചെന്നെ സൗഖ്യമാക്കണമേ. എൻ്റെ രോഗക്കിടക്കയെ അവിടുന്ന് മാറ്റിമറിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ആമേൻ. നമ്മുടെ കുടുംബങ്ങളെ ദൈവിക സ്നേഹത്തിൽ നവീകരിക്കാനും സമർപ്പിക്കാനുമുള്ള സമയമാണിത്. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലായ്മയുണ്ടോ? ഭർത്താവും ഭാര്യയും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ അകൽച്ചകളും വഴക്കുകളും തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ടോ? തലമുറകളായി കൈമാറി വരുന്ന ശാപങ്ങളോ ബന്ധനങ്ങളോ നിങ്ങളുടെ ഭവനത്തിന് സമാധാനം കെടുത്തുന്നുണ്ടോ? ദ്വേഷവും വിയോജിപ്പും ഉള്ളിടത്ത് സ്നേഹത്തിൻ്റെ വിത്തുകൾ പാകാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 127 ഓർമ്മിപ്പിക്കുന്നു, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വൃഥാവിലാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ ഉണർന്നിരിക്കുന്നതും വൃഥാവിൽ തന്നെ. നിങ്ങളുടെ ഭവനത്തിൻ്റെ നാഥനായ കർത്താവിനെ പ്രതിഷ്ഠിക്കുക. സമാധാനത്തിൻ്റെ പ്രഭുവായ ക്രിസ്തു നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ. കൊളോസ്യോസുകാർക്കുള്ള ലേഖനം 3:13 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ പരസ്പരം ക്ഷമിക്കാനും മറ്റാരോടെങ്കിലും പരാതിയുണ്ടെങ്കിൽ അത് ഒത്തുതീർക്കാനും ശ്രദ്ധിക്കണം. കർത്താവ് നിങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമിക്കണം. നിങ്ങളെ വേദനിപ്പിച്ച കുടുംബാംഗങ്ങളോട് ക്ഷമിക്കാൻ ഈ നിമിഷം തയ്യാറാവുക. നിങ്ങളുടെ ഉള്ളിലെ മുറിവുകൾ കരിയാൻ ക്ഷമിക്കുക.
എന്നത് അത്യാവശ്യമാണ്. നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും പേര് മനസ്സിൽ വിചാരിച്ച് അവരെ ദൈവസന്നിധിയിൽ ഓർക്കുക. അവരെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ പൊതിയണമേ. എല്ലാ വിഭജന ശക്തികളെയും തെറ്റിദ്ധാരണകളെയും അന്ധകാര അരൂപികളെയും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കണമേ. എന്നെ വേദനിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ടവരോട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു. ഞങ്ങളുടെ ഭവനം സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരിടമായി മാറട്ടെ. എൻ്റെ മക്കൾ ദൈവഭയമുള്ളവരായി വളരട്ടെ. അവർക്ക് നല്ല ഭാവിയും സംരക്ഷണവും നൽകണമേ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും പരസ്പര ധാരണയും ബഹുമാനവും വർദ്ധിക്കട്ടെ. പ്രായമായ മാതാപിതാക്കൾക്ക് നല്ല ആരോഗ്യവും ആശ്വാസവും നൽകണമേ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും എന്ന് ഏറ്റുപറയുന്നു. ആമേൻ. നമ്മുടെ ചിന്ത കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നാം ദൈവത്തോടും മറ്റുള്ളവരോടും ചെയ്ത എല്ലാ തെറ്റുകളെയും ഓർത്ത് പശ്ചാത്തപിക്കേണ്ട സമയമാണിത്. നാം മനുഷ്യരാണ്. നമുക്ക് പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. എന്നാൽ നമ്മളുടെ തെറ്റുകൾ എത്ര വലിയതാണെങ്കിലും കർത്താവിൻ്റെ കരുണ അതിനേക്കാൾ 1000 ഇരട്ടി വലുതാണ്. അവിടുന്ന് നമ്മെ കുറ്റപ്പെടുത്താനല്ല, മറിച്ച് കെട്ടിപ്പുണർന്ന് സ്വീകരിക്കാനാണ് കാത്തിരിക്കുന്നത്. ധൂർത്തനായ പുത്രനെ കാത്തിരുന്ന പിതാവിനെ പോലെ അവിടുന്ന് വഴിക്കണ്ണുമായി നോക്കിയിരിപ്പുണ്ട്. ഏശയ്യാ 1:18 കർത്താവ് വിളിച്ചു പറയുന്നു, വരുവിൻ, നമുക്ക് രമ്യതയിലാകാം. നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുവന്നതാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ അരക്തം പോലെ കടും ചുവപ്പാണെങ്കിലും കമ്പിളി പോലെ വെളുക്കും. പാപം മൂലം കളങ്കപ്പെട്ട നമ്മളുടെ ഹൃദയങ്ങളെ അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധിയാക്കാൻ അവിടുന്ന് തയ്യാറാണ്. ദാവീദ് രാജാവിനെ പോലെ സങ്കീർത്തനം 51 നമുക്കും ഏറ്റുചൊല്ലാം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവണ്ണം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്തവണ്ണം എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം മുഴുവൻ കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനെതിരെ ഞാൻ ചെയ്ത സകല പാപങ്ങളെയും ഓർത്ത് പശ്ചാത്തപിക്കുന്നു. അറിയാതെയും അറിഞ്ഞും ഞാൻ ചെയ്തുപോയ എല്ലാ തെറ്റുകളും അങ്ങ് ക്ഷമിക്കണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ കുരിശിലെ ബലിയിലൂടെ എനിക്ക് ലഭിച്ച രക്ഷയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ വിലയേറിയ രക്തത്താൽ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കഴുകി വെളുപ്പിക്കണമേ. എൻ്റെ ഉള്ളിലെ സകല അശുദ്ധികളെയും സ്വാർത്ഥതയെയും അഹങ്കാരത്തെയും നീക്കിക്കളയണമേ. ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനായി അങ്ങയുടെ ഇഷ്ടം മാത്രം ചെയ്ത് ജീവിക്കാൻ എനിക്ക് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ, എന്നെ പുതുതായി അഭിഷേകം ചെയ്യണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നാം ഈ അനുഗ്രഹീത നിമിഷത്തിൻ്റെ അന്ത്യഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതുവരെ നാം ദൈവത്തിൻ്റെ സ്നേഹം, ശാന്തി, സൗഖ്യം, പാപമോചനം നമ്മുടെ ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞു. ലോകം തരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമാധാനം ഈ നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ഒരു മിച്ചവും വയ്ക്കാതെ ദൈവത്തിന് സമർപ്പിക്കേണ്ട സമയമാണ്. നമ്മുടെ ഭൂതകാലത്തെ അതിൻ്റെ എല്ലാ മുറിവുകളോടും കൂടെ, നമ്മുടെ വർത്തമാനകാലത്തെ അതിൻ്റെ എല്ലാ പ്രതിസന്ധികളോടും കൂടെ, നമ്മുടെ ഭാവി അതിൻ്റെ എല്ലാ അനിശ്ചിതത്തോടും കൂടെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:1 നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രസാദകരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. അതുപോലെ ഗലാത്യക്കാർക്കുള്ള ലേഖനം 2:20 പറയുന്നത് പോലെ നമുക്ക് ഏറ്റുപറയാം, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഇത്രയും സമയം നിങ്ങൾ അനുഭവിച്ച ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എക്കാലവും നിലനിൽക്കട്ടെ. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഉള്ളിലെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു സ്പർശനം നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ, സ്വർഗം നൽകിയ ഈ അനുഗ്രഹ നിമിഷം നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താതിരിക്കുക. ലോകത്തിൻ്റെ പല കോണുകളിലും രോഗത്താലും കടബാധിതകളാലും കുടുംബ പ്രശ്നങ്ങളാലും തകർന്ന് ഒരു ആശ്വാസവാക്കിനായി കാത്തിരിക്കുന്ന അനേകരുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥനാ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും നിങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളുടെ ഒരു ചെറിയ പങ്കുവയ്ക്കൽ വഴി നിരാശയിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പ്രത്യാശയുടെ പ്രകാശം നിറഞ്ഞേക്കാം.
സ്നേഹവും സമാധാനവും പങ്കുവെക്കുമ്പോഴാണല്ലോ അത് ഇരട്ടിയായി വർദ്ധിക്കുന്നത്. അത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുവിശേഷ വേല കൂടിയാണ്. അത് ദൈവത്തിനേറെ പ്രിയപ്പെട്ട സുവിശേഷ വേല കൂടിയാണ്. അതുപോലെ തന്നെ ഈ ആത്മീയ യാത്രയിൽ നമ്മളോടൊപ്പം എപ്പോഴും ആയിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അനുദിനം ഇതുപോലുള്ള പ്രാർത്ഥനകളിലൂടെയും ദൈവവചന ചിന്തകളിലൂടെയും ദൈവസ്നേഹത്തിൽ വളരാൻ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങളാണ് അനേകരിലേക്ക് ദൈവരാജ്യ സുവിശേഷം എത്തിക്കാൻ ഞങ്ങൾക്കും കരുത്താകുന്നത്. വരും ദിവസങ്ങളിലും നമുക്ക് വലിയ ഒരു ആത്മീയ കുടുംബമായി ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് വളരാം. ഈ സന്ദേശം എല്ലാവരും മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കണം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്തിക്കൊണ്ട് ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾ അവസാനിപ്പിക്കാം. നിങ്ങളുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പൂർണ്ണ ഹൃദയത്തോടെ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ചെലവഴിക്കാൻ അങ്ങ് നൽകിയ വലിയ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതം, എൻ്റെ ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ഉദ്ധാനങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ കുടുംബം, എൻ്റെ സമ്പത്ത് എല്ലാം അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ജീവനുള്ള ഒരു ബലിയായി ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് വിട്ടുതരുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ രൂപപ്പെടുത്തണമേ. എൻ്റെ ഇഷ്ടമല്ല നാഥ, അങ്ങയുടെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. അങ്ങയുടെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ഇനി ഞാൻ ജീവിക്കുന്നതല്ല, എന്നിലൂടെ യേശു ജീവിക്കട്ടെ. എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഒരു ജീവിക്കുന്ന സാക്ഷിയായി മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും കാത്തു സൂക്ഷിക്കട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കൃപ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ കടാക്ഷം നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് എപ്പോഴും ശാന്തിയും സമാധാനവും നൽകട്ടെ. സ്വർഗീയ പിതാവിൻ്റെ അനന്തമായ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.